നമസ്കാരം. റിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ആവേശ കൊടുമുടിയിൽ. റോഡ് ഷോയുമായി കളം നിറഞ്ഞ ദേശീയ നേതാക്കൾ. NDA ക്യാമ്പിന് ആവേശമായി അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFും UDFും പരസ്പരം സഹായിക്കുന്നുവെന്ന് അമിത്ഷാ. FCRA ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് തെറ്റിദ്ധരുത്തലിൻ്റെ സൂചനയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തൃശൂർ വാടനപ്പള്ളിയിൽ നാടകീയ രംഗങ്ങൾ. മണലൂരിൽ വീണ്ടും BJPയുടെ കിറ്റ് വിതരണമെന്ന് കോൺഗ്രസ്. BJP നേതാവ് ദേവനടക്കമുള്ള പ്രവർത്തകരെ വ്യാപാരിയുടെ വീട്ടിൽ തടഞ്ഞു വെച്ച് കോൺഗ്രസ്. സ്ഥാനാർത്ഥി TN പ്രതാപനടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. കിറ്റ് നൽകിയവർ ഇപ്പോഴും പുറത്തെന്ന് TN പ്രതാപൻ. കിറ്റ് കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ആരോപണം തോൽക്കുമെന്നുള്ള ഭയം കൊണ്ടെന്ന് BJP. കർണാടക കുടകിൽ ട്രക്കിങ്ങിനിടയിൽ കാണാതായ നാദാപുരം സ്വദേശിനി ശരണ്യയെ കണ്ടെത്തിയത് 4ാം ദിവസം വനമേഖലയിൽ നിന്ന്. ശരണ്യ സുരക്ഷിത. പ്രതിസന്ധി മറികടക്കാൻ ഇറാനിൽ നിന്നും കൂടുതൽ LPG എത്തിക്കാൻ ഇന്ത്യ. ഇന്ധനവുമായി ഒരു ഇന്ത്യൻ കപ്പൽ കൂടി ഹോർമുസ് കടന്നു. ഇറാനിൽ തകർന്നു വീണ സൈനിക വിമാനത്തിലെ 2ാമത്തെ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്ന് അമേരിക്ക. കുവൈറ്റിൽ 2 പവർ പ്ലാന്റിൽ ഇറാന്റെ ആക്രമണം. ബെർലിനും അബുദാബിയിലും ഇന്നും ആക്രമണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ഉയർപ്പ് സ്മരണയിൽ വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷകളും. വിദ്വേഷത്തെയും വെറുപ്പിനെയും പുറത്താക്കണമെന്നും ലോകത്ത് സമാധാനം പുലരണമെന്നും മാർപ്പാപ്പ. പുതിയ നിയമങ്ങൾ വരുന്ന കാലത്ത് ഒരു വോട്ടും പാഴാക്കരുതെന്ന് വിശ്വാസികളോട് ക്ലിമീസ് കത്തോലിക്ക ബാവ. UAE ക്രൈസ്തവ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. NDA ക്യാമ്പിന് ആവേശം പകർന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രചാരണം. ഇന്ത്യ അധികാരത്തിലെത്തിയാൽ 2 വർഷത്തിനുള്ളിൽ എയിംസ് യാഥാർത്ഥ്യമാക്കും. ഭരണം കിട്ടിയാൽ 2 മാസത്തിനുള്ളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ ജയിലിലാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ ക്രൈസ്തവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുവെന്നും ക്രിസ്തുവിൻ്റെ അനുയായികൾ NDAക്ക് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രിക്ക് പിന്നാലെ കേരളത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതിരൂക്ഷമായ ഭാഷയിലാണ് ഇടത് വലത് മുന്നണികളെ വിമർശിച്ചത്. രാഹുൽ ഗാന്ധിയെയും പിണറായിയെയും വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി എല്ലാവരോടും നീതി, ആരോടും പ്രീണനമില്ല എന്നതാണ് BJPയുടെ നയമെന്ന് പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതും വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതും BJPയാണ്. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് അവരുടെ ഭൂമി ലഭിക്കാൻ ഭേദഗതിയിലൂടെ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരം കിട്ടിയാൽ 2 വർഷത്തിനുള്ളിൽ എയിംസ് യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. भारतीय जनता पार्टी की सरकार ही वक़्फ़ अमेंडमेंट बिल को लेकर आई. हमारे एर्नाकुलम में ही 600 क्रिश्चियन और हिंदू परिवार की 400 एकड़ 400 एकड़ भूमि वक़्फ़ बोर्ड ने हड़प कर ली थी. जब वक़्फ़ अमेंडमेंट बिल पार्लियामेंट में चर्चा हो रहा था, ये 600 क्रिश्चियन परिवारों की भूमि के लिए LDF UDF एक शब्द नहीं बोले. उनके मन में डर था. केरलम में पहला एम्स 2 साल के भीतर बनाकर केरलम के लिए खुला रख दिया जाएगा. CPM കോൺഗ്രസ് കൂട്ടുകെട്ടിനെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരത്തിലെത്തിയാൽ 2 മാസത്തിനുള്ളിൽ സ്വർണ്ണക്കൊള്ളക്കാരെ മുഴുവൻ ജയിലിലാക്കുമെന്നും വ്യക്തമാക്കി. മോഷ്ടിച്ചവരും അത് വിൽക്കാൻ ശ്രമിച്ചവരും അകത്താകും. भाइयों बहनों, इस सबरीमाला का सोना जिन्होंने लूटा है उनको जेल में डालना चाहिए या नहीं डालना चाहिए? बड़ा सरल रास्ता है. ना UDF उनको पकड़ेगी ना LDF. सबरीमाला सोना चोरी के मामले में
सीबीआई को केस सौंपकर 60 दिन के अंदर सच्चे दोषियों को जेल की सलाखों के पीछे ले जाया जाएगा. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പല പദ്ധതികളും പേരുമാറ്റി സ്വന്തം പദ്ധതിയായി പിണറായി വിജയൻ അവതരിപ്പിക്കുകയാണെന്ന് അമിത്ഷാ പരിഹസിച്ചു. രാഹുൽ ഗാന്ധി നിരന്തരമായി നുണ പറയുകയാണെന്നും അന്താരാഷ്ട്ര വിഷയങ്ങളുടെ പേരിൽ രാഹുൽ പറയുന്ന നുണ ഗൾഫിലെ പ്രവാസി ഇന്ത്യക്കാരെയാണ് ബാധിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ എ ടീം BJP ആണെന്നും ബി ടീം കോൺഗ്രസും CPM ആണെന്നും കേരളത്തിൽ ശത്രുക്കളായവർ രാജ്യത്ത് മുഴുവൻ ഒന്നിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെ പരിപാടിയിൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചിത്രം അമിത്ഷായ്ക്ക് 2020 ചീഫ് കോർഡിനേറ്റർ സാബുവും ജേക്കബ് സമ്മാനിച്ചു. 10,000-കണക്കിന് പ്രവർത്തകരാണ് അമിത്ഷായുടെ സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തത്. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തിലെ സമാധാന അന്തരീക്ഷം ഭീഷണിയിലാണെന്ന് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ. LDFും BJPയും ഒരേ ധാരണയിൽ പ്രവർത്തിക്കുന്നു. പിണറായിയും മോദിയും ഒരേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മോദിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി ഏലപ്പാറയിൽ UDF തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Law and order concerns, increasing incidents of political violence and deteriorating law and order have created fear among citizens. Kerala's tradition of peace is under threat. Nexus of BJP and left. They tell that they attack Congress, but today the left and BJP both are going together. കണ്ണൂരിൽ ആവേശം വിതറി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സഖ്യം അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം പരാജയമാണെന്നും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ K. സുധാകരൻ MPയും പങ്കെടുത്തു. Kerala UDF is going to win 2/3 majority. People have lost faith in the governance, administration. Employment is going to the peak. Every year 25 lakh of youths are leaving the state for employment. There is no program by the LDF on unemployment. Especially the trust has been. തുടർച്ചയായി ചിലർ പാർട്ടി വിട്ടുപോകുന്നത് തെറ്റിദ്ധരുത്തൽ പ്രക്രിയ പാർട്ടിയിൽ തുടരേണ്ടതുണ്ട് എന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. G. സുധാകരൻ്റെ വ്യക്തിത്വത്തിൽ വലിയ തകർച്ചയുണ്ടായതുകൊണ്ടാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നതെന്നും മുതിർന്ന നേതാക്കളടക്കം പാർട്ടി വിട്ടത് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണയും വിജയം തുടരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ സംഭവിക്കൂ. പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് CPM സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ മണലൂർ മണ്ഡലത്തിൽ വീണ്ടും BJPയുടെ കിറ്റ് വിതരണമെന്ന ആരോപണം. വാടനപ്പള്ളി സെൻറ്ററിനടുത്ത് പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എൻ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലാണ് കിറ്റ് തയ്യാറാക്കിയിരുന്നത്. 1500-ലധികം കിറ്റുകളാണ് പാക്ക് ചെയ്തു വച്ചിരുന്നത്. സ്ഥലത്ത് LDF UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. തൃശൂരിലെ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കിറ്റ് വിതരണം ചെയ്ത സംഭവം കിറ്റുകൾ BJP നൽകിയതല്ല എന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. LDFിൻ്റെ പരാതി വ്യാജമാണ്, താൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി. എനിക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഞാൻ വല്ലതും ഇടപെട്ടാലല്ലേ എനിക്കറിയുള്ളൂ. അത് തെറ്റായിട്ടുള്ളൊരിതാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ഞാനറിയില്ലേ, ഞാൻ അറിഞ്ഞിട്ടില്ല. അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ചേച്ചിയുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ്? എത്രത്തോളം റെസ്പോൺസ്? നല്ല കോൺഫിഡൻസ് ഉണ്ട്. അല്ല, എത്രത്തോളം പോസിറ്റീവാണ് ആൾക്കാരുള്ളൊരു റെസ്പോൺസ് ഉള്ളത്? ആൾക്കാരെ കാണുമ്പോഴാണ് പോസിറ്റീവ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വനിതകൾ, അവർ വളരെ സ്നേഹത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നതും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവേശമാണ്. തൃശ്ശൂരിൽ CPI നേതൃത്വത്തെ വെടിലാക്കി വീണ്ടും കുരുക്ക്. CC മുകുന്ദനെ പാർട്ടി നിയോഗിച്ച പേഴ്സണൽ അംഗത്തിനെതിരെ കേസെടുത്തു. വ്യാജ ഒപ്പിട്ട പണം തട്ടിയതിനാണ് കേസ്. വ്യാജ ഒപ്പിട്ട പണം തട്ടുന്നതിന് പിന്നിൽ നിന്ന് കളിച്ചത് VS സുനിൽകുമാർ ആണെന്നും ഇതുമായി ബന്ധപ്പെട്ട് താൻ ഉയർത്തിയ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്നും CC മുകുന്ദൻ പ്രതികരിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന മസൂദ് K. വിനോദ് പിന്നീട് CC മുകുന്ദൻ MLAയുടെ പേഴ്സണൽ സ്റ്റാഫ് ആവുകയായിരുന്നു. നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമായി അധിക നേരം ജോലി ചെയ്തു എന്ന് കാണിച്ച MLAയുടെ സാക്ഷ്യപത്രത്തിൽ വ്യാജ ഒപ്പുവെച്ച് 85,400 രൂപ കൈപ്പറ്റിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്.
CPIയിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ പലതവണ പാർട്ടി നേതൃത്വത്തെ കാര്യമറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും വ്യാജ ഒപ്പിട്ട് പണം തട്ടുന്നതിന് പിന്നിൽ നിന്ന് കളിച്ചത് മുൻമന്ത്രി VS സുനിൽകുമാറാണെന്നും തുടർച്ചയായുള്ള പരാജയങ്ങൾ VS സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കുന്നുവെന്നും നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ പറഞ്ഞു. VS സുനിൽകുമാർ പറഞ്ഞത് ഇതൊക്കെ സാധാരണയുള്ള കേസാണ്, അർഹതപ്പെട്ടതാണ്. അർഹതപ്പെട്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ലെറ്റർ പേഡ് ഇയാൾ അവരുടെ ഡ്യൂട്ടി എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ MLA ഒപ്പിട്ട് കൊടുക്കണം. കള്ളൊപ്പിട്ടിട്ടാണ് അത് രേഖപ്പെടുത്തുക. അത് രേഖയുണ്ട്, വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി അവരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതി എന്നെ വിളിച്ച് പാർട്ടി ഇടപെട്ടവർ ചില ചർച്ചകൾ ചെയ്തു. ചർച്ച ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതൊക്കെ ഞാൻ ചെയ്തതാണ് എന്ന് പറയാൻ പാർട്ടി പറയേണ്ടായി. മസൂദിനെ ചൊല്ലിയുള്ള തർക്കമാണ് CC മുകുന്ദനെ പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് പാർട്ടിയുമായി ഉടക്കിയ മുകുന്ദൻ BJPയിലേക്ക് ചേക്കേറുകയായിരുന്നു. പാർട്ടിയിലെ ക്രമക്കേടുകൾ ഇനിയും പുറത്തുവിടുമെന്നും CC മുകുന്ദൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തൃശൂർ. ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPM. PK ശശി BJPയുമായി ഡീൽ ഉണ്ടാക്കിയെന്നാണ് ആരോപണം. എറണാകുളത്തെ ഏജൻസി മുഖാന്തരം BJP നേതാവിന് 50 ലക്ഷം രൂപ നൽകിയെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. PK ശശി നാമനിർദ്ദേശ പത്രികയിൽ കൃത്രിമം കാണിച്ചെന്ന് LDF നേരത്തെ പരാതി നൽകിയിരുന്നു. Kerala UDF is going to win 2/3 majority. കഞ്ഞിക്കുഴിയിൽ UDF സ്ഥാനാർത്ഥി റോയി K. പൗലോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ വച്ചായിരുന്നു DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ വിവാദ പ്രസംഗം. LDF പ്രവർത്തകരുമായി സംഘർഷമുണ്ടായാൽ ഉടൻ തന്നെ ബ്ലൗസ് വലിച്ചു കീറണമെന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകയോട് നിർദ്ദേശിച്ചിരുന്നു എന്നാണ് CP മാത്യു പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളെ അവിടെ ഒരു വിശിഷ്ട താരമുണ്ട്, ലിസി എന്ന് പറയുന്ന ഒരു സായിപ്പിന്റെ മോള്, മനസ്സിലായില്ലേ? അയാൾ തെരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ രാജേശ്വരിയോട് അടുത്ത് വന്നു കഴിഞ്ഞാൽ അന്നേരം ബ്ലൗസ് നോക്കിക്കണം. രാജേശ്വരി ആദിവാസിയാണ്, പിന്നെ വകുപ്പിനവിടെ നമുക്കറിയാൻ ചെയ്യേണ്ട കാര്യം. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നത് എന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. പട്ടികവർഗത്തിൽപ്പെട്ട വനിതകളെ ഉപയോഗിച്ച് കള്ളക്കേസുകൾ ഉണ്ടാക്കുകയാണ്. ഇതിലൂടെ കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും CV വർഗീസ് പറഞ്ഞു. ഇടുക്കി അസംബ്ലി മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഏത് വിധത്തിലുള്ള ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്ന ഉദാഹരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല. അപവാദ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക, കള്ളപ്രചാരവേല സംഘടിപ്പിക്കുക. അങ്ങനെ കള്ളപ്രചാരവേല ഒരു ഭാഗത്ത് സംഘടിപ്പിക്കുക, ഇടതുപക്ഷ ജനാധിപത്യമുള്ള പ്രവർത്തകന്മാരെ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ നടത്തുക. കുമളിയിൽ ശശി തരൂരിന്റെ യോഗത്തിനിടെ CP മാത്യു ഭിന്നശേഷിക്കാരനായ കോൺഗ്രസ് പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹം പ്രസംഗത്തിലൂടെ അടുത്ത പുലിവാൽ പിടിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി. ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള സംവിധായകൻ രഞ്ജിത്തിൻ്റെ തെളിവെടുപ്പ് പൂർത്തിയായി. ഉച്ചയ്ക്ക് 2 മണിക്ക് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പ്രതിയെ വീണ്ടും റിമാൻഡ് ചെയ്തു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുമ്പേ തെളിവെടുപ്പ് വേഗത്തിലാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ ഫോർട്ട് കൊച്ചിയിൽ അടക്കം എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. നാളെ വൈകിട്ട് 4 മണി വരെയാണ് രഞ്ജിത്തിന്റെ കസ്റ്റഡി കാലാവധി. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും വേഗത്തിൽ പൂർത്തിയാക്കി പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയായിരുന്നു. ജനുവരി 30-ന് ഫോർട്ട് കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ക്യാരവാനിൽ വെച്ച് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നായിരുന്നു പെൺകുട്ടിയുടെ പരാതി. ക്യാരവാൻ മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവ ദിവസം ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ ചിലരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ക്യാരവാന്റെ ഡ്രൈവറെ അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. ലൈംഗിക അതിക്രമം, സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ, അന്യായമായി തടങ്കലിൽ വെക്കൽ, അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കൽ എന്നിവയുൾപ്പെടെ നിരവധി വകുപ്പുകൾ പ്രകാരമാണ് കൊച്ചി സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ചൊവ്വാഴ്ച രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. അമൃത ന്യൂസ്, കൊച്ചി. സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. ഈസ്റ്റർ ദിന പ്രത്യേക കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ നേതൃത്വം നൽകി. വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാത്തത് അത്യന്തം ദൗർഭാഗ്യകരമാണെന്ന് യാക്കോബായ സഭാ ശ്രേഷ്ഠ കത്തോലിക്ക മോർ ബസേലിയൂസ് ജോസഫ് ബാവ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞു. Now
അനുസ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. അർദ്ധരാത്രി മുതൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. സിറോ മലബാർ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു മാർ റാഫേൽ തട്ടിലിന്റെ ഈസ്റ്റർ ദിന സന്ദേശം. ആരാണ് വലുതെന്നുള്ള ചോദ്യത്തിന്റെ മറുപടി കിട്ടാത്തതാണ് അവിടുത്തെ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മേഖല യുദ്ധത്തിന്റെ മുനമ്പായിട്ട് മാറിയിരിക്കുകയാണ്. ആർക്കും ഒന്നിനും കുറവുണ്ടായിട്ടല്ല, ആരാണ് വലുതെന്നുള്ള ചോദ്യത്തിന്റെ മറുപടി കിട്ടാത്തതാണ് അവിടുത്തെ പ്രശ്നങ്ങളുടെ മുഴുവൻ മൂലകാരണം. നമ്മുടെ സമൂഹങ്ങളിൽ ചേരിതിരിവുകൾ, നമ്മുടെ കലാപങ്ങളുടെ മുഴുവൻ കാരണങ്ങൾ, അത് സത്യം പറഞ്ഞാൽ സ്വാർത്ഥതയുടെ മതിലുകൾ പണിയാൻ മനുഷ്യൻ നടത്തുന്ന പരിശ്രമത്തിൻ്റെ പരിണത ഫലമാണ്. ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ വിശുദ്ധ ദിനങ്ങളിൽ പോലും വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാത്തത് അത്യന്തം ദൗർഭാഗ്യകരമാണെന്ന് ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ മോർ ബെസേലിയോസ് ജോസഫ് ബാവ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞു. പള്ളികളിൽ ഓർത്തഡോക്സ് വിഭാഗം സെമിത്തേരി പൂട്ടി തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് ബാവ ആരോപിച്ചു. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത പ്രവണതയാണെന്നും നീതി നിഷേധിക്കുന്ന ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്നും ബാവ ആവശ്യപ്പെട്ടു. നെല്ലിമോണം സെന്റ് മേരീസ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ശാന്തതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും വളരെ ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. അവിടെയെല്ലാം സഹിഷ്ണുതയോടുകൂടിയാണ്, സമചിത്തതയോടുകൂടിയാണ് ഓരോ വിഷയങ്ങളും സഭ ഇടപെടുന്നത്. നമുക്കൊരു സന്ദർഭത്തിൽ നമ്മുടെ ദേവാലയങ്ങൾ കുറെ നഷ്ടപ്പെട്ടു. താൽക്കാലികമായി നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. നീതിപൂർവമായി സഭയെ കേൾക്കുന്നതിന്, സഭയുടെ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിന്, ബോധ്യപ്പെടുന്നതിനും ബഹുമാനപ്പെട്ട കോടതികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസപ്രദമാണ്. ലോകത്തിൽ യുദ്ധവും സംഘർഷവും മാറി സമാധാനമുണ്ടാകട്ടെ എന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പ്രവാസികളെയാണ്. സമാധാനത്തിന്റെ ദൂതരായി പ്രവർത്തിക്കേണ്ടവർ സംഹാരത്തിന്റെ ദൂതരായി മാറുന്നത് വിരോധാഭാസമാണെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. പാമ്പാടി മാർ കുര്യാക്കോസ് ദേറായിൽ നടന്ന ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തോടെയാണ് ഉയർപ്പ് പെരുന്നാൾ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിക്ക് രാത്രി നമസ്കാരവും തുടർന്ന് ഉയർപ്പ് പ്രഖ്യാപനവും നടന്നു. 4 മണിക്ക് ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകളും തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. 100 കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ലോകം നേരിടുന്ന വെല്ലുവിളികളെയും യുദ്ധ സാഹചര്യങ്ങളെയും മുൻനിർത്തി സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകി ലിയോ 14 മാർപ്പാപ്പ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന ആയുധങ്ങളുടെ മുഴക്കം നിലയ്ക്കണമെന്നും സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാൻ രാഷ്ട്രത്തലവന്മാർ തയ്യാറാകണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. യുഎഇയിലെ ക്രൈസ്തവ വിശ്വാസികളും ഈസ്റ്റർ ആഘോഷത്തിലാണ്. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ദുബായിലെ ദേവാലയങ്ങളിൽ ഓൺലൈൻ ചടങ്ങുകളാണ് ഉണ്ടായിരുന്നത്. ഗൾഫിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയമായ ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ നടന്ന ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് വികാരിയേറ്റ് ഓഫ് സദേൺ അറേബ്യ ബിഷപ്പ് പൗലോ മാർട്ടിനെല്ലി നേതൃത്വം നൽകി. യുദ്ധം നമ്മുടെ രാജ്യങ്ങളെ ബാധിച്ചിരിക്കുകയാണെന്നും അതിനാൽ സമാധാനത്തിനും ഐക്യത്തിനുമുള്ള പ്രാർത്ഥനയിലാണെന്നും ബിഷപ്പ് പൗലോ മാർട്ടിനെല്ലി പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ US യുദ്ധം 37-ാം ദിവസത്തിൽ എത്തുമ്പോഴും GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാൻ്റെ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. 9 ബാലിസ്റ്റിക് മിസൈലുകളും 1 ക്രൂയിസ് മിസൈലും 50 ഡ്രോണുകളുമാണ് UAE ഇന്ന് നേരിട്ടത്. കുവൈറ്റ്, UAE, ബഹ്റിൻ എന്നിവിടങ്ങളിലെ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ ലക്ഷ്യമിട്ട് ഇന്ന് ഇറാൻ്റെ ആക്രമണ ശ്രമങ്ങൾ നടന്നു. നാഷണൽ പെട്രോളിയം കമ്പനി, പെട്രോ കെമിക്കൽസ് ഇൻഡസ്ട്രീസ് കമ്പനി എന്നിവയുടെ വിവിധ ഫെസിലിറ്റികളിൽ ആക്രമണ ശ്രമം നടന്നുവെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. സൗദിക്ക് നേരെ നടന്ന ക്രൂയിസ് മിസൈൽ ആക്രമണ ശ്രമവും പ്രതിരോധിച്ചു. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെയും ആക്രമണ ശ്രമം നടന്നു. അതിനിടെ UAEയിൽ എത്തിയ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. UAEക്കുള്ള ഇറ്റലിയുടെ ഐക്യദാർഢ്യം മെലോണി UAE പ്രസിഡന്റിനെ അറിയിച്ചു.
സൗദിയിൽ വാഹന ഇൻഷുറൻസ് പോളിസികൾ കൃത്യസമയത്ത് പുതുക്കാതെ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പുമായി സൗദി ട്രാഫിക് വകുപ്പ്. ഇത്തരം നിയമ ലംഘനങ്ങൾക്കെതിരെ കുറഞ്ഞത് 100 റിയാൽ മുതൽ പരമാവധി 150 റിയാൽ വരെ പിഴ ഈടാക്കും. വാഹനങ്ങളുടെ ഇൻഷുറൻസ് നില യാന്ത്രികമായി നിരീക്ഷിക്കാൻ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ട്രാഫിക് വകുപ്പ് അറിയിച്ചു. ബഹിരാകാശ ദൗത്യത്തിൽ ചരിത്ര നേട്ടവുമായി സൗദി അറേബ്യ. നാസയുടെ ആർട്ടിമിസ് ദൗത്യത്തിൻ്റെ ഭാഗമായി സൗദി ഉപഗ്രഹമായ ഷംസ് വിജയകരമായി വിക്ഷേപിച്ചു. ഫലപ്രദമായ ആശയവിനിമയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ ആർട്ടിമിസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ബഹിരാകാശ ദൗത്യം ആരംഭിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യമായി സൗദി മാറി. പ്രതിസന്ധി സാഹചര്യത്തെ തുടർന്ന് ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ നഴ്സുമാരായ അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും സുരക്ഷിതമായി കുവൈറ്റിൽ തിരിച്ചെത്തിച്ച് നഴ്സുമാരുടെ കൂട്ടായ്മയായ നൈറ്റിംഗേൾസ് ഓഫ് കുവൈറ്റ് ജസീറ എയർവേസുമായി നേരിട്ട് ഏകോപനം നടത്തി വിപണിയിലെ നിലവിലെ നിരക്കുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ ലഭ്യമാക്കിയാണ് ഈ സംഘടന ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ഏകദേശം 16 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ഇവർ കുവൈറ്റിൽ എത്തിയത്. കുവൈറ്റിലെ അബ്ബാസിയയിൽ അനധികൃത ഒത്തുചേരൽ നടത്തിയതിനെ തുടർന്ന് പിടിയിലായ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ മോചിതരായി. പിടിയിലായവരിൽ ചിലരുടെ ബന്ധുക്കളുടെ നിരന്തരമായ പരിശ്രമങ്ങൾക്ക് ഒടുവിൽ ഉന്നത ഇടപെടലിനെ തുടർന്നാണ് ഇവർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ നിന്ന് മോചിതരായത്. പിടിയിലായ മലയാളികളായ 12 പേരും മോചിതരായിട്ടുണ്ട്. ഇവരിൽ ഒരാൾ പാസ്റ്ററാണ്. ആരോഗ്യ മന്ത്രാലയത്തിലെ ചില ജീവനക്കാരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. കർണാടകയിലെ കുടകിൽ കാണാതായ ശരണ്യയെ കണ്ടെത്തിയതോടെ ആശ്വാസ തീരമണിഞ്ഞ കുടുംബം. കഴിഞ്ഞ 4 നാളായി ശരണ്യയുടെ മടങ്ങിയ വരവിനുള്ള കാത്തിരിപ്പിലായിരുന്നു കുടുംബം. ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് ശരണ്യയെ കാട്ടിൽ നിന്നും കണ്ടെത്തിയത്. മകൾക്ക് ആപത്തൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ശരണ്യയുടെ അമ്മയും അച്ഛനും. ഒടുവിൽ താൻ സുരക്ഷിതയാണെന്ന് അവളുടെ ശബ്ദം ഫോണിലൂടെ കേട്ടപ്പോൾ അമ്മ നിയന്ത്രണം വിട്ടു കരയുകയായിരുന്നു. മകൾ മടങ്ങി വരുന്നുവെന്ന് കേട്ടതോടെ കുടുംബവും നാട്ടുകാരും ഉൾപ്പെടെ സന്തോഷ വാർത്തയ്ക്കൊപ്പം കൂടി. വളരെ ആഹ്ലാദകരമായ ഒരു വാർത്ത നമുക്ക് കിട്ടി. ആ നിമിഷത്തിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം, സന്തോഷത്തിന്റെ കരച്ചിലാണ്. അപ്പോൾ നാട് മുഴുവൻ അതിനകത്ത് സന്തോഷിക്കുന്നു. ശരണ്യ ഇനിയും സഞ്ചരിക്കുന്ന ഉറപ്പാണ്, പക്ഷെ കുറെ കൂടി സുരക്ഷിതമായി സഞ്ചരിക്കണം എന്നുള്ളതാണ്. ഏപ്രിൽ 2-ാം തീയതി കുടകിലെ പ്രശസ്തമായ തടിയൻഡമോൾ മലയിലാണ് ശരണ്യ ട്രെക്കിങ്ങിനായി എത്തിയത്. മല കയറുന്നതിനിടെ തനിക്ക് വഴി തെറ്റിയതായി ഉച്ചയോടെ ശരണ്യ തന്റെ താമസ സ്ഥലത്തേക്ക് വിളിച്ചറിയിച്ചിരുന്നു. പിന്നീട് വിവരങ്ങൾ ഇല്ലാതായതോടെയാണ് വനം വകുപ്പ് പരിശോധന നടത്തിയത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീം രൂപീകരിച്ച് ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്തിയാണ് ശരണ്യയെ കണ്ടെത്തിയത്. വഴിതെറ്റി ഒറ്റപ്പെട്ട താൻ ഒരു അരുവിക്ക് സമീപത്തെ പാറക്കൂട്ടത്തിലാണ് അഭയം തേടിയതെന്ന് ശരണ്യ പ്രതികരിച്ചിട്ടുണ്ട്. കുടകിലെ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ശരണ്യയെ ഉടൻ നാദാപുരത്തെ വീട്ടിലെത്തിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. പശ്ചിമേഷ്യയിൽ റേഡിയോ ആക്റ്റീവ് വികിരണ മുന്നറിയിപ്പുമായി ഇറാൻ. GCC രാജ്യങ്ങളെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗരാച്ചി അറിയിച്ചു. ആണവ നിലയം തകർക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് ചോർച്ച ഇറാനേക്കാൾ കൂടുതൽ ബാധിക്കുക ഗൾഫ് രാജ്യങ്ങളെ ആയിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അമേരിക്ക നൽകിയ സമയപരിധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ ഗുരുതര പ്രത്യാഘാതമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക. ഇറാൻ്റെ ഊർജ്ജ സ്രോതസ്സുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ അമേരിക്കയുടെ തകർന്ന വിമാനത്തിൽ നിന്നും കാണാതായ പൈലറ്റിനായുള്ള അന്വേഷണവും പുരോഗമിക്കും. കായിക വാർത്തകൾ നോക്കാം. IPL ഇന്നത്തെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 5 വിക്കറ്റിന് തകർത്ത് ലക്നൗ സൂപ്പർ ജയൻസ്. ആദ്യം ബാറ്റ് ചെയ്ത് ഹൈദരാബാദ് ഉയർത്തിയ 157 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ലക്നൗ 1 പന്ത് ബാക്കി നിൽക്കെയാണ് ലക്ഷ്യത്തിലെത്തിയത്. 50 പന്തിൽ 68 റൺസുമായി പുറത്താകുന്ന ക്യാപ്റ്റൻ ഋഷഭ് പന്താണ് ടീമിൻ്റെ വിജയശില്പി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.